പടച്ചോനെ, ഇന്ന് 3 ചെറുത്താന്മാർ നേരത്തെ ആണല്ലോ. അല്ല കുഞ്ഞാല്, ഇതെന്തോ ഒൽക്കമല പരിപാടിയാ? ഞങ്ങൾ മാത്രം ആദ്യം പൈസ എടുക്കേ. ഇതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയണം. കാരണം വളരെ നിസ്സാര. ഞാൻ ഈ ചായക്കട നടത്തുന്നതേ നാട്ടുകാരെ തടി നന്നാക്കാനല്ല, നിന്റെ കുട്ടികളെ തടിക്ക് ക്ഷീണം പറ്റാതെക്കാനാ. ഇത് ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക? ഞങ്ങൾ 3 പൈസ തരാത്തോരാന്നല്ലേ? ആൾക്കാർ നിങ്ങളെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്ക് വിരോധമല്ല. ഈ ചായക്കട ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹ. ഈ ബോർഡ് എഴുതിയേക്കണതിന് മുമ്പ് ഞങ്ങളോടൊന്ന് പറയായിരുന്നു. അതെന്തിനാ? നിങ്ങൾ 3 ഇതിനേക്കാൾ നന്നാക്കി എഴുതോ? ഒന്നുകിൽ നാട്ടുകാരെല്ലാരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പണമെടുക്കുക, അല്ലെങ്കിൽ ഈ ബോർഡ് ഇവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചായക്കട ബഹിഷ്കരിക്കും. ഇതെന്താ ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം? അക്കരെ നമ്മളെ പുര വിറ്റ് ഇക്കരെ പുര എടുത്തത് ഭയങ്കര പോയത്തപ്പണി ആയിന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. പറഞ്ഞ മാതിരി എന്തിനാ അക്കരെ വിറ്റത്? മാനം മര്യാദയായിട്ട് ബിസിനസ് നടത്താൻ പറ്റാത്തോണ്ട് തന്നെ. അതെന്താ നാട്ടുകാർ പെശക? ഏയ്, ഇത്ര നല്ല സ്വഭാവമുള്ള നാട്ടുകാർ ഈ ഭൂമിയിൽ കാണൂല. ഇത്ര നല്ലൊരു നാട്ടിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്തിനാന്ന് പറഞ്ഞില്ല? എന്റെ മകനെ ദുബായിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസന്റെ ആവശ്യം വന്ന്. അപ്പൊ പൊരയും പറമ്പ് വിൽക്കേണ്ടി വന്ന്. ബാക്കിയുള്ള പൈസ കൊണ്ട് ചെറിയ ഒരു പൊര അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ നാട് തിരക്കടില്ല, പക്ഷെ ഈ ചായപ്പീടി എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. പിടിച്ചില്ലെങ്കിൽ ഇടിച്ച് പോടാ അവിടുന്ന്. ഇവിടെ ഒന്ന് ഇരിക്കാൻ കൂടി ഇല്ലാതാക്കത്തില്ല ജി. കുഞ്ഞാലെനിക്ക് മുഴുവൻ അറിയില്ല, എന്റെ ചായ ജി കണ്ടുള്ളൂ. ഇപ്പറഞ്ഞ മാതിരി മകൻ ദുബായിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കടം കുടിച്ച് പോണെന്തിനാ? മാത്രല്ല ആൾക്കാരെ പറ്റിച്ചിട്ടാണെങ്കിലും കമ്മീഷനും കിട്ടണില്ലേ? ആ പൈസക്ക് ബർക്കത്തുണ്ടാവൂല, അതുകൊണ്ടാ എത്ര കിട്ടിയിട്ടും തികയാത്തത്. ഈരാൻ, ഇങ്ങോട്ട് വാ. എങ്ങട്ടാ ഈ ബാണം വിട്ട മാതിരി? അതെല്ലാം വലിയൊരു കഥയാണ്. കഥ കേൾക്കണമെങ്കിലേ ഈ 4 ചായക്ക് പറ. ഇന്ന് ചായയും കഴിയും ഇന്റെ വക. കാരണം എന്താണെന്നറിയോ? പൈസ വീട് കിട്ടിണ്ടാവും അല്ലേ? അല്ലടാ മൊയിന്തേ, ഇന്റെ പെണ്ണുങ്ങള് ദുബായിൽ നിന്ന് പൈസ അയച്ചിക്കണു. ഈ ബീരാന്റെ തലേ വെച്ച കൊള്ളിയോണ്ട് ഒരു ഏറ് കിട്ടിയാൽ മതി നീക്കൊക്കെ.